സത്യം. ഒരു വീടിന് വേണ്ടി അച്ഛനെ അമ്മേനൊക്കെ കത്തിക്കോ? പക്ഷെ അമ്മ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ആ വീട് കത്തിക്കരിഞ്ഞിരിക്കണ്ടേ? ആ വീട്ടിൽ പക്ഷെ ഒരു പ്രശ്നമില്ലല്ലോ. അത് ശരിയാ, അമ്മ പറഞ്ഞ ആ വീട് കത്തിച്ചെന്നല്ലേ. പക്ഷെ ആ വീട് കണ്ടാ നല്ല ഭംഗിയുണ്ടല്ലോ. ഇനി ആരെങ്കിലും വന്ന് നന്നാക്കിയതാണെങ്കിലോ ആ വീട്? അങ്ങനെ സംഭവിക്കാനും സാധ്യതയുണ്ട്. അമ്മ പറഞ്ഞത് ആ പ്രേതങ്ങൾ ഇവിടെ കരഞ്ഞു നടക്കണ്ടെന്നല്ലേ. ആർക്കറിയാം, എനിക്കറിയില്ല. അല്ല, ഈ റൂമെന്ന് നോക്കിയാ പറമ്പ് കണ്ടൂടെ? ആ പറമ്പിന്റെ അടുത്താണ് ഈ റൂമുള്ളത്. അതെന്തിനാ? നീ ഇവിടെ കിടന്നാ മതി. ഞാനുണ്ട്. ചേട്ടൻ ഒറ്റയ്ക്ക് ഇവിടെ കിടന്നോ? ആ പിന്നെ, ഞാൻ ഒറ്റയ്ക്ക് കിടക്കല്ലേ. ഇത്രയും പറഞ്ഞ് പേടിപ്പിച്ചതും പോരാ. അപ്പൊ നീ ആൺകുട്ടിയല്ലേ, നിനക്ക് പേടിയില്ല? ആ, പേടിക്ക് വയസ്സൊന്നും കാര്യാക്കണ്ട. ആ അമ്മ, ഞാനങ്ങനെ ഒരു പ്ലാൻ ഇട്ടിരുന്നു. ആ അമ്മ പോയിക്കോ, ഞങ്ങൾ പോരാ. ഇനി ഒന്നും ചെയ്യാനില്ല, മൂന്നാളും കൂടി ഇവിടെ കിടക്കുക. ബാ, ഇപ്പൊ ചോറിന് എനിക്ക് വിശക്കുന്നു. ഞാനൊന്നും ഉറങ്ങിയിട്ടില്ല. നിനക്ക് മാത്രല്ല, ഇവിടെ എല്ലാവർക്കും പേടിയാവുണ്ട്. അല്ല മീര, വേണമെങ്കിൽ നിങ്ങളൊരു സേഫ്റ്റിക്ക് ഞാൻ വേണേ നടുവിൽ കിടക്കാട്ടോ. എങ്ങനെയെങ്കിലും ധൈര്യം ഉണ്ടാക്കി കൊണ്ടുവരുമ്പോ പോക്കുക. ഒന്ന് പൊയ്ക്കേ. പിന്നെ പ്രേതം വരുമ്പോ നായായ കുരയ്ക്കൂലേ? നിങ്ങൾ കിടന്നുറങ്ങാൻ നോക്ക്. എങ്ങനെ ഉറങ്ങാനാ? പേടിയാവുന്നു. കണ്ണടയ്ക്കും അമ്മ പറഞ്ഞ കഥ ഓർമ്മ വരുന്നേ. സത്യം. എനിക്ക് നിങ്ങളെ പോലെ പേടിയൊന്നുമില്ല. ഞാൻ കിടന്നുറങ്ങാൻ പോവാ. എന്താടാ നിനക്ക് വേണ്ടത്? അവിടെ ആരാ ഉള്ളത്? അവിടെ ആരുമില്ല. നീ ഒന്ന് കിടന്നുറങ്ങുമോ? കിടന്നുറങ്ങാൻ നോക്കട്ടെ ചെക്ക, ബാക്കിയുള്ളവൻ്റെ ഉറക്കം കൂടി കളയാൻ വേണ്ടിയിട്ട്. അമ്മ എവിടെ പോയി? അമ്മേ, അവരൊന്നും എണീച്ചിട്ടില്ല. നല്ല ഉറക്ക. ചായ തരുമോ? ഇവിടെ ഇരുന്നോ, ഞാൻ കൊണ്ടുതരാം. ഓക്കേ. അല്ല അമ്മ, ചായക്ക് എന്താ കഴിക്കാൻ? ചായക്ക് പുട്ടും കടലേ. ആഹാ, വെറൈറ്റി ആണല്ലോ. അല്ല, നീ പല്ല് വെച്ചോ? ഇല്ല. പിന്നെ ചായ കുടിക്കാൻ നിൽക്കുന്നേ? പോയി പല്ല് വെച്ചിട്ട് വാ മീരേ. ഞാനിപ്പോ പല്ല് വെക്കാൻ. അമ്മ ചായ എടുക്ക്. ഇപ്പൊ ചായ എടുത്തോണ്ട് വരാം. അപ്പഴത്തെ പല്ല് വെച്ച് നിൽക്കണം കേട്ടോ. ഓക്കേ. ഗുഡ് മോർണിംഗ് ചേച്ചി. നീ എണീച്ചോ? ചേട്ടനെവിടെ? വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വാ, പല്ല് വെക്കാൻ പോവാ. വാ. പേടിച്ചിട്ടല്ലേ? അല്ല ചേട്ടാ, ഇന്നലെ ഇവ അലർന്ന സൗണ്ട് ഒക്കെ കേട്ടിരുന്നല്ലോ. എന്ത് പറ്റി? ആ, ഇവൻ എന്തോ ജനലിനടുത്ത് എന്തോ കണ്ടെന്ന് പറഞ്ഞ അലറിയതാ. പോയ മോട്ടോ. ഞാൻ വിശ്വസിച്ച്. ബോറടിക്കുന്നില്ലേ? ഒരു പണിയില്ല. ആ അമ്മ അടുക്കളയിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കഷ്ടപ്പെടല്ലേ, എനിക്ക് പോയി സഹായിച്ചൂടെ? ചേട്ടനെ സഹായിച്ചൂടെ? ആ, എനിക്കാവൂലേ? എനിക്കാവൂല. നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. ചേച്ചി, നമുക്ക് ആ പറമ്പിൽ ഒന്നുകൂടെ പോയി നോക്കിയാലോ? എന്തിനാ അവിടേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോണേ? നിനക്ക് പ്രാന്തുണ്ടോ? വെറുതെ പോയിട്ട് വരാനേ. വാ. ഞാനൊന്നുമില്ല. വാടി മീരെ, നമുക്കൊന്ന് വെറുതെ പോയി നോക്കാം. എന്തിന്? വെറുതെ ഒരു രസത്തിന്. വേറെ എന്തെങ്കിലും പണി വേണ്ടേ? വാ. ശരിയാണല്ലോ, അതാരാ? ഏയ്, ഇനി അവിടുത്തെ പുതിയ താമസക്കാരും വല്ലതും ആണെങ്കിലോ? ആ, അത് ശരിയാ. എടാ, അവരിന്നാവും ചിലപ്പോ ഇവിടെ താമസം തുടങ്ങിയിട്ടുണ്ടാവുക. നമ്മൾ കുറെ നേരമായിട്ട് ഇങ്ങോട്ട് വന്നതുമില്ലല്ലോ. ചേട്ടൻ പറയുന്നതിലും കാര്യമുണ്ട്.
ആ അതെ ആന്റി. അല്ല ചേട്ടാ, അമ്മയ്ക്ക് എങ്ങനെ നമ്മളെ അമ്മേനെ അറിയാം? ഇത് എന്നോട് ചോദിച്ചിട്ട് എന്ത് കാര്യവും? ഇവിടെ ഉണ്ട് ആന്റി. തലേന്റെ രണ്ട് സൈഡുള്ളത് ചെവി തന്നെയാ, വേറൊന്നുമില്ല. ഞാൻ കേട്ട്. എന്താ ചേട്ടാ പറയണ്ടേ? വേണ്ട ആന്റി, കുഴപ്പമില്ല. നീരേ വാങ്ങണോ? അത് ശരി, എന്നോട് ചോദിച്ചിട്ട് എന്ത് കാര്യം? വാ നമുക്ക് വാങ്ങി നോക്കാം. വേണ്ട ആന്റി, ഞങ്ങൾ പെറുക്കിക്കോളാം. ആ ആന്റി സുഖാ. ആ ഒരു വീട്ടിലുണ്ട്. എന്റെ പേര് സജിൻ. മീര. എന്തൊക്കെയാണ് മോട്ട് വിളിച്ചു പറയണേ? ആ കിട്ടി ആന്റി, ഇത് മതി. എന്നാ ഞങ്ങൾ പോട്ടെ ആന്റി, അമ്മ അന്വേഷിക്കണ്ടാവും. ചേട്ടാ വാ പോവാം. നടക്ക് നടക്ക്. ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് അമ്മേ. ഇത് അപ്പുറത്തെ വീട്ടിലെ ആന്റി തന്നതാ. ഈ വീടിന്റെ ബാക്കിൽ ഒരു വീടില്ലേ, അവിടുത്തെ പുതിയ താമസക്കാര് തന്നതാ. ആ, അവിടുത്തെ ഒരു ആന്റി തന്നതാ ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങൾക്കിത് തന്നതാരാ? ഉണ്ട് അമ്മ, അവിടെ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. അമ്മ എന്തിനാ അമ്മ അത് കളയാൻ പറഞ്ഞേ? അല്ല അമ്മ ഒരു കാര്യം ചോദിച്ചോട്ടെ, അപ്പൊ അവിടെ പുതിയ ആൾക്കാരൊന്നും വന്നില്ല?